ഇപ്പോൾ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് 60ഓളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണല്ലോ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും. അപ്പോൾ ഇത് എത്ര ദിവസം ഓടണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അതാദ്യം ഞങ്ങളുടെ ചലഞ്ച് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഒരു തിയേറ്ററിൽ ഡീസൻ്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് സെൻറ്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ്. ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട്, കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് എങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും, നിങ്ങളെല്ലാം നല്ലത് പറയുവാണെങ്കിൽ. ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. എല്ലാ സ്ക്രീൻസും അങ്ങ് ആടുജീവിതം എടുത്തുകൊണ്ട് പോകും എന്നുമില്ല. ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിലൊരു സ്പേസ് അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. ഓൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്രൂവലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. കുറച്ച് മോശം നന്മ കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഏജിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി ആ കറക്റ്റ് ചെയ്യണം, ക്രൂവൽ അങ്ങനല്ല. അവരൊക്കെ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ 2 സൈഡും ഉണ്ടല്ലോ, നല്ലതും അഴുക്കുണ്ട്. അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചോദ്യം ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 45-40 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നാണ്. അതിൻ്റെ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എത്രത്തോളം പറ്റും. ഒരു എനിക്കറിയാം, പറയാമെന്ന് അറിയില്ല. നമ്മളിത് പ്രിവ്യൂ കാണിച്ചപ്പോൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾ വെച്ചാൽ ഏജ് വൈസ് ഞാൻ പറയുകയാണ്. അവർ ചോദിച്ചാൽ ഓക്കെ ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കാമോ എന്ന്. അപ്പോൾ നമുക്കറിയില്ല, ലൈക്ക് ഒരു ഏജിന് ബിയോണ്ട് ആയിട്ടുള്ള ആൾക്കാർ അത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. ബട്ട് ലെസ് ദെൻ 40 ചിലപ്പോൾ ദേ മേ ആക്സെപ്റ്റ് ഇറ്റ്. അല്ല, പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടല്ലോ, നടക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയം അതാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കഥയുമായി ഞങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ സമീപിച്ചപ്പോൾ, അവർ സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് സിമിലർ ഇൻസിഡൻറ്റ് ഞങ്ങളോട് പറഞ്ഞു തരികയുണ്ടായി പലതും. അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരിക. അത് വൺ ഓഫ് ഇൻസിഡൻറ്റ് അല്ല, ദീസ് ഓൾ ആർ ഹാപ്പനിങ് അറൗണ്ട്. അല്ലേ, ഞാൻ കുറേ നേരം ചോദിക്കുമ്പോൾ വിചാരിച്ചതാ, ഷൂട്ട് കഴിയും ശേഷവും അല്ലല്ലേ ചേട്ടൻ്റെ കൂടെ അല്ല ഈ ക്ലൈമാക്സ് ഇപ്പം അല്ലെ പടത്തിന്റെ ക്ലൈമാക്സ് പരിപാടി അത് ഫിക്ഷനിലാണോ ശരിക്കും അങ്ങനെ ഒരു സംഭവം, അങ്ങനത്തെ സിമിലർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതിനോട് സാമ്യമുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് എക്സാക്ട്ലി അവിടെ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ എക്സാക്ട്ലി ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതേപോലെ സംഭവിച്ചിട്ടില്ല. ഉണ്ടോന്ന് അറിയില്ല, നമുക്കിപ്പോൾ എല്ലാം അറിയില്ല. പക്ഷെ അപ്രോക്സിമേറ്റ് ഇതിലും കടന്ന ലെവലുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഞാൻ ഈ മെയിൻ ആർട്ടിസ്റ്റുകളല്ലായിരുന്നു. അത് ഇതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അവരുടെ സംഭവം നിങ്ങൾ പുറത്ത് വരുമ്പോൾ അത് പുള്ളിയെ ചോദിച്ചുകൊണ്ട് പറയാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ അത് അവരുടെ ഒരു ഒപ്പീനിയൻ ആണെന്ന് വെച്ചാൽ അവർ ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല, അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ് ലൈക്ക് അങ്ങനെയല്ല ഇത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇവരോടൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമോന്ന്. അപ്പം പറഞ്ഞില്ല, ഇവരെല്ലാം പറഞ്ഞ ഞാൻ ചെയ്യുന്നതിന് എന്താണെന്നാണല്ലോ അവർ പറഞ്ഞത്. അല്ല, ഇത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നിട്ടുണ്ടാവാം ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചതും നിങ്ങൾക്ക് വ്യക്തമാവും. അത് ഗ്യാരണ്ടിയാണ്. ആദ്യമായിട്ട് പ്രേക്ഷകർ ഈ സിനിമ കാണാൻ വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ വരുന്ന പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ അത് അവർ പരമാവധി മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുക. കാരണം ഇത് നമുക്ക്
പറയുന്ന പോലെ വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും കാണിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുവാണ്. ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ശ്രദ്ധ എത്തിക്കാൻ പറ്റുമോ? ഈ വിഷയം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഇങ്ങനൊരു കാര്യം പുതിയതാണല്ലോ, നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷേ എവിടെയും പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ച് വരും ദിവസങ്ങളിൽ ഈ സിനിമ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരുന്ന തരത്തിൽ വേണ്ട പ്രോത്സാഹനം തരിക എന്ന് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യാറുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് നിങ്ങൾ പ്രിവ്യൂ ഷോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലോ, നിങ്ങളെ ഗസ്റ്റ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യൂരിയോസിറ്റി ഒക്കെ കുറച്ച് അത് കഴിയുമ്പോഴേക്കും മാറി ചർച്ചകൾക്ക് ഇടവരട്ടെ.